മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഇസ്ലാമിക ശരീഅത്തിൽ വധശിക്ഷയുണ്ടോ? ഇല്ല. അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന അപകട മരണങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാമിൽ വധശിക്ഷ ഇല്ല. അപ്പോൾ പിന്നെ കോഴിക്കോട്ടുകാരനായ റഹീം 18 വർഷമായി കൊലക്കയർ കാത്ത് ജയിലിൽ കിടക്കുന്നത് എന്തിന്? എന്തുകൊണ്ട് സൗദി കോടതി റഹീമിനെ വധശിക്ഷ വിധിച്ചു? അത് മനഃപൂർവ്വം നടത്തിയ കൊലപാതകമാണെന്ന് സൗദി കോടതിക്ക് തോന്നിയത് കൊണ്ട്. കോടതിക്ക് തോന്നാനുണ്ടായ കാരണം എന്താണ്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഉത്തരം കണ്ടെത്തുകയാണ് ഇവിടെ. സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ 34 കോടി രൂപ മലയാളികൾ സംഭരിച്ചു. കഴുമരത്തിൽ നിന്നും റഹീമിനെ രക്ഷപ്പെടുത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതിയ തരംഗമായി മാറുന്നത് റഹീമിനെ വധശിക്ഷ വിധിക്കാൻ കോടതിയെ പ്രേരിപ്പിച്ച സംഭവത്തെക്കുറിച്ചാണ്. ഡോക്ടർ ജൗസൽ PC ആണ് കേസിനാസ്പദമായ വിവരം നൽകുന്നത്. അന്നത്തെ സൗദി പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് കടക്കാം. 2006 ഡിസംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായി കോഴിക്കോട്ട് നിന്നും സൗദിയിൽ എത്തിയതായിരുന്നു അബ്ദുൾ റഹീം. സൗദിയിലെ ഒരു വീട്ടിൽ ഡ്രൈവറായാണ് ജോലി തുടങ്ങിയത്. ഹൗസ് ഡ്രൈവറായ റഹീം ആ വീട്ടിൽ സുഖമില്ലാതിരുന്ന അനസ് എന്ന കുട്ടിയെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നതായിരുന്നു പ്രധാന തൊഴിൽ. മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയായിരുന്നു കുട്ടി ജീവിതം നിലനിർത്തി പോകുന്നത്. മെഡിക്കൽ ഉപകരണങ്ങൾ എന്നത് കഴുത്തിൽ ശ്വാസനാളത്തിലേക്ക് തുളയിട്ടുകൊണ്ടുള്ള ട്രക്കിയോസ്റ്റമി ട്യൂബും അതിൽ കണക്ട് ചെയ്തുള്ള പോർട്ടബിൾ വെന്റിലേറ്റർ മെഷീനും ആയിരിക്കുമെന്നാണ് ഡോക്ടർ ജോസൽ വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് കുട്ടിയുമായി പോകുമ്പോൾ റെഡ് സിഗ്നൽ കട്ട് ചെയ്യാനും വേഗതയിൽ ഓടിക്കാനും കുട്ടി റഹീമിനെ നിർബന്ധിച്ചു. അത് ചെയ്യാത്തതിനാൽ റഹീമിനെ കുട്ടി പിന്നിൽ നിന്നും മുഖത്തേക്ക് തുപ്പുകയും തലയിൽ ഇടിക്കുകയും ചെയ്തു എന്നാണ് റഹീം പറയുന്നത്. തലയിൽ അടിക്കുന്നതും തുപ്പുന്നതും തുടർന്നപ്പോൾ സ്റ്റിയറിംഗിൽ കൈവച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് റഹീം കുട്ടിയെ തടഞ്ഞു. അബദ്ധത്തിൽ അബ്ദുൾ റഹീമിന്റെ കൈ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി ഡിസ്കണക്റ്റായി. തുടർന്ന് കുട്ടി ബോധരഹിതനാവുകയായിരുന്നു. പിന്നീട് യാത്ര തുടർന്ന റഹീം അനസിന്റെ ബഹളമൊന്നും കേൾക്കാതായപ്പോൾ പന്തികേട് തോന്നി പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ചലനമറ്റ് കിടക്കുന്ന അനസിനെയാണ് കണ്ടത്. പേടിച്ച് വിറച്ച റഹീം ഉടൻ ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ ഫോണിൽ വിളിച്ചു വരുത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമത്തിലായ 2 പേരും ചേർന്ന് ഒരു കഥയുണ്ടാക്കി. പണം തട്ടാൻ വന്ന കൊള്ളക്കാർ റഹീമിനെ കാറിൽ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചുവെന്ന് കഥ ചമയ്ക്കുകയും നസീർ റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ട് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി റഹീമിനെയും ചോദ്യം ചെയ്ത ശേഷം നസീറിനെയും കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. കേസ് വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചത് ഇരുവർക്കും വിനയായി. പോലീസ് അന്വേഷണത്തിൽ ഇവർ പറഞ്ഞ കഥ നുണയാണെന്ന് വ്യക്തമായി. അബദ്ധത്തിൽ പറ്റിയാൽ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണമായിരുന്നു. അതിന് പകരം കള്ളക്കഥ മെനഞ്ഞ് അത് പൊളിക്കുകയാണ് ചെയ്തത്. ഇത്തരം സാഹചര്യത്തിൽ ഇത് മനഃപൂർവ്വം ചെയ്ത കൊലപാതകമാണ് എന്ന് ആ കുടുംബത്തിനും കോടതിക്കും തോന്നിയാൽ കുറ്റം പറയാൻ കഴിയുമോ? മനഃപൂർവ്വമുള്ള കൊലപാതകത്തിനുള്ള ഇസ്ലാമിക ശിക്ഷ എന്താണ്? അതിൽ കോടതിക്കുള്ള പങ്ക് എന്താണ്? കുടുംബത്തിനുള്ള പങ്ക് എന്താണ്? കൊലപാതകമാണ് എന്ന് സംശയിക്കപ്പെടുന്ന കേസുകൾ പരിശോധിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് കൊലപാതകം ആണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണോ എന്ന് തീർപ്പാക്കുക എന്നത് മാത്രമാണ് ഇസ്ലാമിക കോടതിയുടെ റോൾ. കൊലപാതകമാണ് എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ശിക്ഷ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ല, മറിച്ച് കൊല്ലപ്പെട്ട ആളുടെ ഉറ്റ ബന്ധുക്കളാണ്. ഇതാണ് ഇസ്ലാമിക ശരീഅത്തും ഇന്ത്യൻ പീനൽ കോഡ് പോലെയുള്ള നിയമങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പ്രതിക്ക് വധശിക്ഷ നൽകാം. നഷ്ടപരിഹാരം വാങ്ങി പ്രതിയെ വെറുതെ വിടാം. നഷ്ടപരിഹാരം ഒന്നും വാങ്ങാതെ തന്നെ മാപ്പ് നൽകി പ്രതിയെ വെറുതെ വിടാം.
ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മരണപ്പെട്ട ആളിന്റെ ഉറ്റ ബന്ധുക്കൾക്കാണുള്ളത്, അല്ലാതെ കോടതിക്കോ ഭരണകൂടത്തിനോ അല്ല. ഇന്ത്യൻ നിയമത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അബ്ദുറഹീം മനഃപൂർവ്വം ചെയ്ത കൊലപാതകമാണ് എന്നാണ് മരണപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾ വിശ്വസിക്കുന്നത്. സാഹചര്യ തെളിവുകൾ അനുസരിച്ച് കോടതിയും അങ്ങനെയാണ് വിധിച്ചത്. പറ്റിയ അബദ്ധം മറച്ചു വെക്കാനായി കള്ളക്കഥ മെനഞ്ഞതുകൊണ്ട് തന്നെ അബ്ദുൾ റഹീമിന്റെ മൊഴികൾ കോടതിക്ക് വിശ്വാസയോഗ്യമില്ലാതായി. എന്നിരുന്നാലും 2006 നടന്ന സംഭവത്തിൽ ഏകദേശം 18 കൊല്ലമായിട്ടും ഇതുവരെ സൗദി ഭരണകൂടം വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ഒരുപാട് മേൽക്കോടതികളിൽ അപ്പീലുകൾ പോയി, അവിടെയെല്ലാം പരാജയപ്പെട്ടു. അബ്ദുറഹീം മനഃപൂർവ്വം കൊല ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്ന അറബി കുടുംബം അയാൾക്ക് വധശിക്ഷ ലഭിച്ചാലേ നീതിയാവൂ എന്ന് കരുതുന്നു എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാവണം നഷ്ടപരിഹാരം സ്വീകരിച്ച് ഇയാളെ വെറുതെ വിട്ടുകൂടെ എന്ന കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അബ്ദുൾ റഹീമിനെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി അവർ ആവശ്യപ്പെട്ടത്. അയാളെ കൊണ്ട് അതിനൊരിക്കലും സാധിക്കുകയില്ല എന്നും അങ്ങനെ വധശിക്ഷ നടപ്പിലായി കിട്ടുമെന്നും അറബി ഫാമിലി കരുതിയിട്ടുണ്ടാവണം. ഏതായാലും ഇത്ര ഭീമമായ സംഖ്യ നഷ്ടപരിഹാരമായി ആ ഫാമിലിക്ക് നൽകിയാൽ വധശിക്ഷ ഒഴിവാകും. ഇതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് കേരള ജനത ഏറ്റെടുത്ത് റഹീമിനെ നെഞ്ചോട് ചേർത്ത് കൊലക്കയറിൽ നിന്നും റഹീമിനെ രക്ഷപ്പെടുത്താൻ ഇടയാക്കിയത്. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് വിവാദമായി തീർന്ന, വൈറലായി തീർന്ന ഡോക്ടറുടെ കുറിപ്പുകൾ. ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്.